11 വർഷങ്ങൾക്ക് മുമ്പ് ഫലസ്തീനിലെ ഗസ കടലോരത്ത് നിന്നുയർന്നു കേട്ട കരളു പിളർക്കുന്ന ഈ നിലവിളി ലോകമനസാക്ഷിയിൽ നിന്ന് അത്രയെളുപ്പം മാഞ്ഞു പോകില്ല. 2006 ജൂൺ 9 മെഡിറ്ററേനിയൻ കടലിന്റെ സൗന്ദര്യം നുകർന്ന് സായാഹ്നം ചെലവഴിക്കാനെത്തിയതായിരുന്നു ബൈത്തുലാഹിയയിലെ കർഷകനായ അലി ലാഹിയയും കുടുംബവും. വെള്ളമണൽപ്പരപ്പിൽ ആളൊഴിഞ്ഞൊരിടത്തിരുന്ന് കുട്ടികളുടെ കളിയാരവങ്ങൾ കേട്ടുകൊണ്ട് അവർക്ക് തിന്നാനുള്ള ചോളം ചുട്ടെടുക്കുകയായിരുന്നു അലി ഗാലിയ എന്ന 43-കാരൻ. നിശ്ചിത ദൂരത്ത് കടലിൽ നങ്കൂരമിട്ടിരിക്കുന്ന ഇസ്രായേലി പടക്കപ്പലിൽ നിന്നും തൊടുത്തുവിട്ട മിസൈൽ നിമിഷ നേരം കൊണ്ടാണ് ആ കുടുംബത്തിന്റെ കളിയാരവങ്ങൾക്ക് മേൽ തീമഴയായി പെയ്തിറങ്ങിയത്. അലി ഗാലിയയ്ക്കൊപ്പം ഭാര്യ റഹീസയും മക്കളായ ആലിയയും ഇൽഹാമും സബ്രീനും ഹനാദിയും 8 മാസം പ്രായമുള്ള ഹൈതമുമടക്കം ആ കുടുംബത്തിലെ 7 പേരും മെഡിറ്ററേനിയൻ കടലിനെ സാക്ഷിയാക്കി മണലിൽ കത്തിയൊടുങ്ങി. ഉറ്റവരുടെ ചോരയിൽ കുതിർന്ന പിടച്ചിലുകൾക്ക് സാക്ഷിയായി 11-കാരിയായ ഹുദ ഗാലിയ മാത്രം പരിക്കുകളോടെ രക്ഷപ്പെട്ടു. മണലിൽ ചോരവാർന്നു കിടക്കുന്ന മാതാപിതാക്കൾക്കും കൂടപ്പിറപ്പുകൾക്കും അരികിൽ മണലിൽ തലയടിച്ച് അബൂയ അബൂയ എന്ന് ആർത്തലച്ച് കരയുന്ന ഹുദ എന്ന പെൺകുട്ടിയുടെ ചിത്രം അങ്ങനെ ലോകമനസാക്ഷിയുടെ ഉള്ളിലേക്കുന്ന മറ്റൊരു നേർചിത്രമായി. ഇത് ഫലസ്തീനിൽ നിന്നുള്ള എണ്ണമറ്റ ദുരന്ത ചിത്രങ്ങളിൽ നിന്ന് വീണ്ടെടുത്ത ചരിത്രശേഷിപ്പ്. വർത്തമാനകാലത്ത് ഹുദ ഗാലിയ എന്ന ആ 11-കാരി നിശ്ചയദാർഢ്യത്തിന്റെ പെണ്ണുയിർപ്പായി, അതിജീവനത്തിന്റെ തിളക്കമുള്ള പ്രതീകമായി നമുക്കിടയിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. ഗസയിലെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ശരിയ ആൻഡ് ലോയിൽ ബിരുദ പഠനം പൂർത്തിയാക്കിയ ഹുദ ബിരുദദാന ചടങ്ങിൽ അവളുടെ കഥ പറയുമ്പോൾ അധിനിവേശത്തിന്റെ ഉരുക്കുമുഷ്ടികൾക്ക് കീഴടക്കാനാവാത്ത സഹനത്തിന്റെയും അതിജീവനത്തിന്റെയും എല്ലുറപ്പുള്ള പെൺശബ്ദമായി അവൾ പുനർജനിക്കുകയാണ്. ഹുദ ഗാലിയയുടെ ആത്മവിശ്വാസത്തിന്, പ്രതിരോധത്തിന്റെ പെൺകരുത്തിന് പ്രസ് 4 ന്യൂസിന്റെ ബിഗ് സല്യൂട്ട്.